നേമം സഹകരണ ബാങ്ക് ക്രമക്കേടിൽ അന്വേഷണം ഇഴയുന്നു. സഹകരണ വകുപ്പിന്റെ റൂൾ 65 പ്രകാരമുള്ള അന്വേഷണമാണ് നീണ്ടുപോകുന്നത്. അന്വേഷണം തുടങ്ങി 2 മാസം പിന്നിട്ടും റിപ്പോർട്ട് നീളുകയാണ്. നിക്ഷേപം തിരികെ ലഭിക്കാതായതോടെ സഹകാരികളും ആശങ്കയിൽ. നേമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള സഹകരണ വകുപ്പിന്റെ അന്വേഷണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. സഹകരണ വകുപ്പിന്റെ റൂൾ 65 പ്രകാരമുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അന്വേഷണം തുടങ്ങി 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ടും നൽകിയിട്ടില്ല. വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയോഗിക്കാതെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനാണ് സഹകരണ വകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. തട്ടിപ്പിനെതിരെ നിക്ഷേപകർ നേമം പോലീസിൽ 300 പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിനോടകം 174 കേസുകളിൽ എഫ്ഐആറും ഇടുകയും ചെയ്തു. സഹകരണ വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ തട്ടിപ്പിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാകൂ. ഈ റിപ്പോർട്ട് വൈകുന്നതിനാൽ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതും വൈകുകയാണ്. അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി എഫ്ഐആറിൽ പ്രതികളായ ബാങ്ക് മുൻ സെക്രട്ടറിമാരെയും ഭരണസമിതി അംഗങ്ങളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന നിക്ഷേപ കൂട്ടായ്മയും പറയുന്നുണ്ട്. ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപിയുടെയും നേമത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രതിഷേധവും ഉടനുണ്ട്. ജനം, തിരുവനന്തപുരം.